നമസ്കാരം, എല്ലാവർക്കും റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. വീഡിയോ കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. നമ്മൾ കൂടുതലും നമ്മുടെ റിവ്യൂ മാസ്റ്ററിൽ ഷോർട്സ് ആണ് ചെയ്യാറുള്ളത്. വീഡിയോസ് വളരെ അപൂർവമാണ്. നല്ലൊരു കണ്ടന്റ് കിട്ടിയപ്പോൾ അത് നമുക്കൊരു വീഡിയോ ആക്കാം. ഒരു നല്ല പ്രസക്തമായ ഒരു കണ്ടന്റ്. വേറെ ഒന്നുമല്ല, നമ്മുടെ എല്ലാം ഇഷ്ടപ്പെട്ട എല്ലാവരും, ഇപ്പം ഫാൻ ഫൈറ്റും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം മഹാനടൻ മമ്മൂട്ടി തിരികെ എത്തുമ്പോൾ, ഇപ്പം നമുക്ക് സിനിമാ ഫീൽഡിലുള്ള ഒരുപാട് പേരിൽ നിന്നുള്ള കൃത്യമായ അപ്ഡേഷൻ വെച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അന്നേരം മമ്മൂട്ടി തിരികെ എത്തുമ്പോൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ആബ്സെൻസ്, ഏകദേശം 5 മാസത്തോളമായി മമ്മൂക്ക ഓഫ്, അതായത് സിനിമ ചെയ്തിട്ട് ആരോഗ്യപരമായ കുറച്ച് പ്രശ്നങ്ങൾ, അത് ആർക്കും എത്താവുന്നതാണ്, ചെറിയ പ്രശ്നങ്ങളാണ്, അതെല്ലാം അദ്ദേഹത്തിന് മാറി വളരെ സ്ട്രോങ് ആയിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പം അത് തന്നെ നമുക്ക് വളരെ സന്തോഷമായിട്ട് ആദ്യം പറയാം. വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുകയാണ് അദ്ദേഹം. ഒരു കുഴപ്പമില്ല, അദ്ദേഹം റെസ്റ്റ് എടുക്കുന്നു, ഒരു പ്രശ്നങ്ങളും ഇല്ല. അദ്ദേഹം അടുത്തത് ജോയിൻ ചെയ്യുന്നു. അന്നേരം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, സിമ്പിളായിട്ട് ഒരു ഫംഗ്ഷന് വരുന്നത് നിങ്ങൾ ആലോചിക്കുക. ഒരു സാധാരണ ചെരുപ്പും ഒരു മുണ്ടും, നമ്മളിടുന്ന പോലെ ഒരു മുണ്ടും, നമ്മളതിനെക്കാട്ടി ചിലപ്പം ഒരുങ്ങിയായിരിക്കും, പക്ഷെ ഒരു ചന്തമാണ്, ഒരു രസമാണ്, ആ ഒരു തീ ആയിരിക്കും അന്നേരം. അത് പിന്നെ ആ ദിവസം മൊത്തം, അല്ലെങ്കിൽ 2-3 ദിവസം, ഒരാഴ്ച വരെ ആ ഒരു ഓറ എല്ലാ സോഷ്യൽ മീഡിയയിൽ നിൽക്കും. വേറെ ഒരു നടനും എനിക്കത് സാധ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മോഹൻലാലിന് വേറൊരു രീതിയാണ്, അദ്ദേഹം അത്രയും ഇതിൽ, പക്ഷേ ഇത് ഒരു ഓറ ഇങ്ങനെ നിൽക്കും അദ്ദേഹത്തിൻ്റെ രീതി. പിന്നെ ഞാൻ കണ്ടുള്ള ഏറ്റവും വലിയ പോസിറ്റീവ്, മമ്മൂട്ടിയുടെ ഒരുപാട് പോസിറ്റീവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പോസിറ്റീവ്, ഏത് വിവാഹത്തിനും, ഇപ്പം സിനിമയിലെ ഏറ്റവും മുന്തിയ താരങ്ങളുടെ വിവാഹത്തിന് പോകുന്നത് മാത്രമല്ല, ഏറ്റവും ഇപ്പം ലൈറ്റ്മാൻ മുതൽ എല്ലാവരുടെയും ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുക, അത് കല്യാണമായിക്കോട്ടെ മരണമായിക്കോട്ടെ, ഓടിയെത്തുക, അതിനുവേണ്ടി സമയം കണ്ടെത്തുക എന്നൊക്കെ പറയുന്നത് മമ്മൂട്ടിയുടെ വലിയ പോസിറ്റീവാണ്. നമ്മൾ മമ്മൂട്ടിയെക്കുറിച്ച് കുറെ അഹങ്കാരിയാണെന്നൊക്കെ പറഞ്ഞ് പണ്ടൊക്കെ പറയുന്ന ഇതെല്ലാം മാറ്റിയാൽ ഇങ്ങനെയുള്ള ഒരുപാട് പോസിറ്റീവുണ്ട്. നമ്മൾ പല നടന്മാരെയും പലയിടത്തും നമ്മൾ എത്തിച്ചേരുന്ന കണ്ടില്ല. എല്ലാവർക്കും സമയം പ്രശ്നങ്ങളുണ്ട്, കാരണം ഷൂട്ടിംഗ് ആണ്, രാത്രി വരെ ഷൂട്ടിംഗ് ഉണ്ട്. അതിനിടയിൽ സമയം കണ്ടെത്തി എല്ലാവരുടെയും, മിക്കവാറുള്ളവരുടെ 90% ഫംഗ്ഷൻ എനിക്ക് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ എത്തുന്നത് നമ്മുടെ സ്വന്തം മമ്മൂക്ക തന്നെയാണ്. അന്നേരം അതിനുള്ള സമയം കണ്ടെത്തും. അതൊക്കെ നമുക്ക് മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഏത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും മിക്കവാറും ഉള്ളത് ഉദ്ഘാടനം ചെയ്യാൻ, ഞാൻ ഒരു സമയത്തൊക്കെ നമ്മൾ മമ്മൂട്ടിയുടെ ഒരു ഫാൻ ബോയ് ആയി നിൽക്കുമ്പം തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, പൂജയ്ക്ക്, പല സിനിമകളുടെയും പൂജയ്ക്ക് മമ്മൂട്ടിയായിരിക്കും തിരി തെളിയിക്കുന്നത്. മമ്മൂട്ടി അല്ലെങ്കിൽ സംവിധായകൻ ജോഷി, മമ്മൂട്ടിക്കായിരിക്കും 90%. അതൊരു ഐശ്വര്യത്തിൻ്റെ തുടക്കമാണ് എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയുടെ സിനിമകളല്ലാതെ വേറെ സിനിമകളുടെ പൂജ, അതായത് പൂജയ്ക്ക് തിരി തെളിയിക്കുന്നത്, തുടങ്ങുന്ന കർമ്മം മമ്മൂക്കയാണ്. അന്നേരം അതെല്ലാം നമുക്ക് ഭയങ്കരമായിട്ടൊരു ഫാൻ ബോയ് എന്നുള്ള നമുക്ക് ഭയങ്കര മിസ്സാണ്. ഒരുപാട് മലയാളികൾക്ക് മിസ്സാണ്. മമ്മൂട്ടി തിരികെ വന്നിരുന്നെങ്കിൽ. ഞാൻ ആദ്യം പറഞ്ഞു, മമ്മൂക്ക വളരെ സ്ട്രോങ് ആയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എനിക്കിത് ഈ വീഡിയോ ചെയ്യാൻ എനിക്ക് ഭയങ്കര താല്പര്യം തോന്നിയ വിഷയം വേറെ ഒന്നുമല്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ പേരൻപിൻ്റെ സംവിധായകൻ റാം, അദ്ദേഹത്തിൻ്റെ പുത്തൻ സിനിമയുടെ പ്രൊമോഷനുമായിട്ട്, തമിഴ് സിനിമയുടെ പ്രൊമോഷനായിട്ട് ഇരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, മമ്മൂട്ടിയുടെ പേരൻപിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം കഴിഞ്ഞ മാസം വിളിച്ചു, അതായത് കഴിഞ്ഞ മാസം അദ്ദേഹം മമ്മൂക്ക റാമിനെ വിളിച്ചിട്ട്, എന്തോ നമ്മുടെ പുത്തൻ പ്രോജക്റ്റുകളെ കുറിച്ചൊക്കെ എഴുതി തുടങ്ങുക. റാം പൊതുവെ അങ്ങനെ പടങ്ങൾ ചെയ്യുന്ന ഒരാളല്ല. അന്നേരം ഇങ്ങനെ മടി പിടിക്കാതെ എഴുതി തുടങ്ങുക. അന്നേരം മമ്മൂക്ക അങ്ങോട്ട് വിളിക്കുകയാണ്. ഇപ്പോഴും ഒരു ദിവസം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഒരു ദിവസം സിനിമയില്ലാത്തൊരു ജീവിതം മമ്മൂക്ക എന്ന് പറയുന്ന നടന് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിൻ്റെ ശ്വാസം എന്ന് പറയുന്ന സിനിമയാണ്. നമ്മൾ പല സിനിമയിലും ഡയലോഗുകളായിട്ട് നമുക്ക് പറയാം, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ഇതാണ്, സിനിമയില്ലാതെ മമ്മൂട്ടിയില്ല. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ മൊത്തം സിനിമയായിരിക്കും. ചിലപ്പോൾ 1000 സിനിമകൾ കണ്ടു കഴിഞ്ഞ് കാണും. ഇപ്പോൾ ഇത്രയും ദിവസത്തിനുള്ളിൽ എത്രയോ സിനിമകൾ കണ്ടു കഴിഞ്ഞ് കാണും. എത്രയോ പേരെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ റാമിനെ വിളിച്ച പോലെ, റാം നമ്മളൊരു ഇൻ്റർവ്യൂ നമ്മൾ കേട്ടതേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് അറിയാവുന്ന ഒരു ന്യൂസ് വെച്ച് നമ്മൾ പലപ്പോഴും കളിയാക്കുന്നത്, ബോക്സ് ഓഫീസിൽ 100 കോടിയിട്ടില്ല, മമ്മൂട്ടി തിരിച്ചു വന്നിട്ട് വേണം കംബാക്ക്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തേയില്ല. കാരണം വളരെ വസ്തുതയായിട്ട് പറഞ്ഞാൽ, ഉദാഹരണം വെച്ച് പറഞ്ഞാൽ 2020 കോവിഡിന് ശേഷം 2 കൊല്ലം ബ്രേക്കിന് ശേഷം മമ്മൂട്ടി ചെയ്ത സിനിമകളുടെ അത്രയും വ്യത്യസ്തമായ സിനിമകൾ ഇന്ത്യയിൽ ഒരു നടൻ ചെയ്തിട്ടില്ല. ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്നത് ഇത്രയും ചെയ്തിട്ടില്ല. പുഴുവായാലും, നൻപർ നേരത്തെ മഴയ്ക്കുവാണെങ്കിലും, ഭ്രമയുഗമാണെങ്കിലും, കാതലായാലും, കണ്ണൂർ സ്കോഡായാലും, വിഷ്ണുവായാലും 100 കോടി ക്ലബിൽ കയറിയില്ലെങ്കിലും
മമ്മൂട്ടി എന്ന അഭിനേതാവിന് ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ പലതും ഗംഭീര ഗംഭീര ചിത്രങ്ങൾ ചെയ്തതാണ്. ചിലപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ഡൊമിനിക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലാസ്റ്റ് ഇറങ്ങിയ സിനിമകൾ 1-2 സിനിമകൾ ശ്രദ്ധിക്കപ്പെട്ടില്ലെന്ന് ഒഴിച്ചാൽ 90% സിനിമകൾ ഈ ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഗംഭീരമാർന്ന പ്രകടനം കൊണ്ടും എല്ലാവർക്കും ഇപ്പം നമ്മൾ ചിലർ ഫാൻ ഫൈറ്റ് വെച്ച് നമ്മൾ എനിക്കിത് ഇഷ്ടമല്ല, 100 കോടി ക്ലബ്ബിൽ കയറിയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് മമ്മൂട്ടിയുടെ ഒരു ഇഷ്ടമാണ്. ഒരാളെ ഈ പറഞ്ഞ പോലെ വിളിച്ച് എനിക്ക് ഇപ്പോഴും ഇത്രയും സീനിയർ ആക്ടർ, സൂപ്പർ മെഗാ ആക്ടർ, മെഗാ സ്റ്റാർ എന്ന് പറയുന്ന ഒരാൾ വിളിച്ചിട്ട് ചോദിക്കുകയാണ് എനിക്ക് അതിനകത്തൊരു റോൾ വേണം, ആ റോള് സ്ക്രിപ്റ്റ് എഴുതൂ, റെഡിയാകൂ. അന്നേരം മമ്മൂട്ടി തിരികെ എത്തുന്നത് ഗംഭീരമായ പ്രോജക്റ്റുകളിലൂടെ. അതിനകത്ത് സംശയം വേണ്ട. ബോത്ത് കൊമേഴ്സ്യൽ ആൻഡ് നമ്മളിപ്പോൾ ആർട്ടോടൊന്നും തരംതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം പേരൻ എന്ന് പറയുന്ന സിനിമ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതായത് ആർട്ടോടൊന്നുമല്ല, പക്ഷെ അദ്ദേഹത്തിന് അഭിനയ പ്രാധാന്യമുള്ള സിനിമയും ഒപ്പം ബോക്സ് ഓഫീസ് വിജയങ്ങൾ, കരുത്തുറ്റ വിജയങ്ങൾ, പലരും രാജമാണിക്യത്തിന് ശേഷം അദ്ദേഹത്തിന് നല്ല ഗംഭീര വിജയം നേടി, അതുപോലുള്ള വിജയങ്ങൾക്ക് വേണ്ടിയുള്ള ചിത്രങ്ങളും ഉറപ്പായിട്ടും മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായിട്ടൊക്കെ അദ്ദേഹം നിരവധി കഥകൾ കേൾക്കുന്നുണ്ട്. ബെസ്റ്റ് കഥകൾ അദ്ദേഹം ചെറുപ്പക്കാർ പിള്ളേരുടെ ഉൾപ്പെടെ അദ്ദേഹം കഥ സെലക്ട് ചെയ്തിട്ടുണ്ട്. വരുമ്പം കൃത്യം ചെയ്യാനായിട്ട് എല്ലാവരും ഇരിക്കുന്ന അടുത്ത മാസം, ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം അദ്ദേഹം എത്തിക്കഴിഞ്ഞ മഹേഷ് നാരായണൻ്റെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹം ഒരു നീണ്ട നിര തന്നെയാണ്, ഒരു ക്യൂ പോലാണ് US. ഇപ്പം അൻവർ റഷീദിനെയും അമൽ നീരദിനെയും മാർട്ടിൻ പ്രക്കാട്ടിനെയും ബ്ലസ്സിയെയും കൊണ്ടുവന്നിട്ടുള്ള മമ്മൂട്ടിക്ക് പുത്തനൊരു താരത്തിനെ, അൻവർ റഷീദിനെ സൃഷ്ടിക്കാൻ ഒരു പ്രയാസമില്ല. അതിന് ഇഷ്ടംപോലെ സമയവും കിട്ടി എന്നാണ് ഞാൻ കരുതുന്നത്. അന്നേരം ഗംഭീര പ്രോജക്റ്റുകൾ, ബോക്സ് ഓഫീസ് വിജയങ്ങൾ, അതാണല്ലോ ഇപ്പം പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ ബ്രഹ്മയുഗോ നൻപോൽ നേരത്തെ പോലൊരു മികച്ച അഭിനേതാവിനെക്കാട്ടിലും ഒരു ബോക്സ് ഓഫീസ് വിജയങ്ങൾ നേടുന്ന ചിത്രങ്ങൾ അദ്ദേഹത്തിലേക്ക് വരികയാണ്. എനിക്ക് തോന്നുന്നു ടിനു പാപ്പച്ചനും നല്ല ഗംഭീര സ്ക്രിപ്റ്റുകളുള്ള, അതായത് നിതീഷ് സഹദേവന്റെ തിരുവനന്തപുരം സ്ലാങ് പറയുന്ന ഒരു ഗംഭീര ഫാമിലി ആക്ഷൻ കോമഡി എന്റർടൈനർ ഗണത്തിൽ വരുന്ന സിനിമകളൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഖാലിദ് റഹ്മാന്റെ സിനിമ, നസ്ലിൻ ഉൾപ്പെടെയുള്ളവർ അഭിനയിക്കുന്ന സിനിമ, അന്നേരം ഒരുപാട് നമുക്കറിയാത്ത പ്രോജക്റ്റുകളായിരിക്കും കൂടുതലിനകത്ത്, നിരവധി അനവധി. അന്നേരം ഫിസിക്കലി സ്ട്രോങ് ആയി മെന്റലി ഗംഭീരമായ പ്രോജക്റ്റുകൾ തയ്യാറെടുത്ത് മമ്മൂക്ക തിരികെ എത്തുമ്പോൾ അങ്ങനെ വേണം. നമ്മൾ മമ്മൂട്ടിയും മോഹൻലാൽ അവർ രണ്ടുപേരും പില്ലേഴ്സ് ആണെന്ന് പറയുന്നത്. മമ്മൂട്ടിയുടെ എത്തുമ്പോൾ എനിക്ക് സിനിമയെക്കാട്ടിൽ കൂടുതൽ അദ്ദേഹം ഓരോ ദിവസവും ഓരോ ഫംഗ്ഷൻ വരുന്നത് നമുക്ക് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഭയങ്കര സന്തോഷമുണ്ട്. അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. എന്നെപ്പോലെ കോടിക്കണക്കിന് ആൾക്കാർക്ക് മിസ് ചെയ്യുന്നതാണ് ഉണ്ടാക്കി. അന്നേരം എല്ലാവരോടും പറയുന്നത് ഇതാണ്, നമുക്ക് കിട്ടാവുന്ന സോഴ്സിലൊക്കെ നമുക്ക് കിട്ടിയത് ഒരു റോയൽ എൻട്രി ആയിരിക്കും. കംബാക്ക് എന്ന് പറയുന്നത് ആഗ്രഹിക്കുന്നില്ല. കംബാക്ക് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കംബാക്കിൻ്റെ അല്ല, റോയൽ എൻട്രി ആയിരിക്കും. സാധാ പോലെ വരുന്നതായിരിക്കും, കോട്ട് സൂട്ടും വരുന്നതിൻ്റെ ഉദ്ദേശമല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ഭയങ്കര റോയലായിരിക്കും. പ്രോജക്റ്റുകളെല്ലാം അതാണ്, പ്രോജക്റ്റുകളെല്ലാം ഗംഭീരമായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ബോക്സ് ഓഫീസും ഒരേപോലെ സമാന്തരമായ സിനിമകളും ചെയ്ത് മമ്മൂട്ടി നിറഞ്ഞാടുന്ന വർഷങ്ങളായിരിക്കും എന്നുള്ളത് നിങ്ങൾ എഴുതി വെച്ചോളൂ. ഇനിയുള്ള 2025, 26, 27 വർഷങ്ങളൊക്കെ ആയുസ്സും ആരോഗ്യം വെച്ചത് കൃത്യമായിട്ട് ഒരു കുഴപ്പമില്ല, അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ലാതിരിക്കട്ടെ. അന്നേരം ഗംഭീര പ്രൊജക്റ്റുകൾ ഇനിയും പിറക്കുന്ന വർഷങ്ങളായിരിക്കും. വെയിറ്റ് ആൻഡ് സീ.